പ്രതിരോധ സമിതിയുടെ ശ്രീ TC ജോസഫ് കാട്ടിക്കുളം നമുക്കൊപ്പമുണ്ട്. ഒപ്പം വന്യജീവി ഗവേഷകൻ അശ്വിൻ വടകരയും നമുക്കൊപ്പം ചേരുന്നു. അവരിലേക്ക് കടക്കുന്നതിന് മുമ്പ് വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷംഷാദ് മരക്കാറും നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഷംഷാദ് മരക്കാർ, ഇന്നലെ ദൗത്യം മുടങ്ങുന്നു, അതുകൊണ്ട് ദൗത്യ സംഘത്തിന് തിരികെ പോകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. ഇന്ന് വീണ്ടും ദൗത്യം തുടങ്ങുമ്പോൾ രാവിലെ അതിലൊരു പ്രതീക്ഷയായിരുന്നു, ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നുള്ളൊരു പ്രതീക്ഷ. പക്ഷേ അത് മുടങ്ങിയിരിക്കുന്നു. വീണ്ടും ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യത്തിലേക്ക് പോകുന്നു എന്നുള്ള വലിയ വെല്ലുവിളി ഓപ്പറേഷൻ ബേലൂർ മക്കന ഉയർത്തുന്നുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലാണോ ഉള്ളത് ഇപ്പോൾ? ഈ ആനയുമായി ബന്ധപ്പെട്ട് ബേലൂർ മക്കന വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഒന്നാമത് ആന ഭയപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മൂവ്മെന്റ് വളരെ സ്പീഡാണ്. നമുക്ക് ട്രാക്ക് ചെയ്ത് വരുമ്പോഴേക്കും സ്ഥലം മാറിക്കൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം ഇന്നലെ നമ്മൾ ട്രാക്ക് ചെയ്ത് അതിനടുത്ത് എത്തുമ്പോൾ കുങ്കി ആനകളുടെ സാന്നിധ്യം തിരിച്ചറിയുകയും അത് തിരിച്ചറിഞ്ഞതിന് ശേഷം സ്ഥലങ്ങൾ മാറി മാറി പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പക്ഷെ നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നും ട്രാക്ക് ചെയ്താലും മയക്കുവെടി വെക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് വെച്ച് ഇത് ചെയ്യാൻ പറ്റുന്നുള്ള സാഹചര്യമുണ്ട്. സാധാരണഗതിയിൽ നമ്മൾ മയക്കുവെടി വെച്ചതിന് ശേഷമാണ് കുങ്കിയാനകളുടെ കൂടെ സഹായത്തോടു കൂടി ആനയെ അവിടെ നിന്ന് മാറ്റാറ്. പക്ഷെ ഈ ദൗത്യത്തിൽ നമ്മൾ ആദ്യം തന്നെ കുങ്കിയാനകളെ ഉപയോഗിക്കുന്നത് ഇതൊരു അത്ര സേഫായി നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ള ധാരണയില്ല. ഒത്തിരി അപകടകരമായ രീതിയിലാണ് ആനയുടെ ഒരു ബിഹേവിയർ ഉള്ളത്. അത് ചിലപ്പോൾ ഭയം കൊണ്ടായിരിക്കാം. ഇന്നലെ മുതലുള്ള ഈ പിന്തുടർച്ചകൾ അറിയുന്നുണ്ടാവാം, കുങ്കിയാനകളുടെ സാന്നിധ്യം അറിയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് കഠിനമാണ്. പക്ഷെ എന്നാലും നമുക്കതിനെ ട്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് 2 മണിക്കൂറിന് അടുപ്പിച്ചൊക്കെയാണ് ഈ സിഗ്നൽസ് കിട്ടുന്നത്. സിഗ്നൽ കിട്ടി നമ്മളൊരു 300 മീറ്റർ റേഡിയസിൽ എത്തിയാലാണ് ഒരു എക്സാക്ട് ലൊക്കേഷൻ നമുക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും ആന മൂവ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുണ്ടാവുന്നത്. ആന ഉൾക്കാട്ടിലേക്ക് കയറാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ അതുകൂടി ഭയപ്പെടുന്നുണ്ടോ ഈ സമയത്ത്? അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായും ഈ തെരച്ചിൽ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകില്ലേ? നമ്മൾ ആനയെ ഉൾക്കാട്ടിലേക്ക് കയറി പോയാലുള്ള ഒരു പ്രതിസന്ധി ആശങ്ക ഒരിക്കലും അകലുന്നില്ല എന്നുള്ളതാണ്. കാരണം ആനയെ അവിടെ നിന്ന് വെടിവെച്ചു കൊല്ലണമെന്നാണ് നാട്ടുകാർ നിരന്തരം ആവശ്യപ്പെടുന്നത്. അതിന്റെ സാങ്കേതികത്വം നമുക്കറിയാം. പക്ഷേ ആനയെ മയക്കുവെടി വെച്ച് പിടിച്ച് നമുക്ക് അവിടെ നിന്ന് മാറ്റി മുത്തങ്ങ ക്യാമ്പിലേക്ക് മാറ്റിയാൽ മാത്രമേ ഇതിന്റെ ഒരു ആശങ്ക നമുക്ക് പരിഹരിക്കാൻ കഴിയുള്ളൂ. ആന സ്വാഭാവികമായി വനത്തിലേക്ക് കയറി പോകുന്ന ആനകളുണ്ട്, നമ്മൾ കയറ്റിവിടുന്ന ആനകളുമുണ്ട്. പക്ഷെ ഒരാളെ കൊന്നതിന് ശേഷം ഒരു ആനയെ നമ്മൾ കാടിലേക്ക് പോവുകയോ കാട് കയറ്റുകയോ ചെയ്താൽ അത് ഏത് സമയത്ത് തിരിച്ചു വരുമെന്നുള്ളൊരു ആശങ്ക ആ ഒരു പ്രദേശത്ത് കഠിനമായി നിലനിൽക്കും. അത് നമുക്ക് അവിടുത്തെ ജനങ്ങളുടെയും ആളുകളുടെയും എല്ലാം ഈ ആശങ്കയ്ക്കൊപ്പം നിൽക്കാനേ നമുക്ക് നിവൃത്തിയുള്ളൂ. അപ്പോൾ ആനയെ എന്ത് കാരണവശാലും നമ്മൾ കാട് കയറുന്നതിന് മുമ്പ് മയക്കുവെടി വെച്ച് മാറ്റിയാൽ മാത്രമേ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. പക്ഷെ നമ്മളിപ്പോ കഴിഞ്ഞ മാസം നമ്മൾ പനമരത്ത് 7 ആനകൾ വന്നു. അവിടെ കുറച്ച് നമ്മുടെ കൃഷികളെല്ലാം നശിപ്പിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷെ അവരെ കാട് കയറ്റി വിട്ടതോടുകൂടി ജനങ്ങൾക്ക് വലിയ പ്രയാസമൊന്നുമില്ല. കാരണം ഒന്ന് ആക്രമിക്കപ്പെട്ടിട്ടില്ല, മനുഷ്യർക്ക് നേരെ വന്നിട്ടില്ല. കുറച്ച് നമ്മളുടെ വിളകൾ നശിപ്പിച്ചെങ്കിലും ഫോറസ്റ്റും നാട്ടുകാരും എല്ലാവരും കൂടി തന്നെയാണ് ആനയെ കാട് കയറി. പക്ഷെ അത് അത്ര മതി. പക്ഷെ ഇതിലൊരാളെ കൊന്നു എന്നുള്ളത് കൊണ്ട് ഞാൻ ഏത് സമയത്ത് തിരിച്ചിറങ്ങുമെന്ന് ഞങ്ങൾക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്നുള്ളൊരു ചോദ്യം ജനം അവിടെ ചോദിക്കുന്നുണ്ട്. അതിനു മുമ്പിലാണ് ഈ പ്രതിസന്ധി ഉണ്ടാവുന്നത്. ഓക്കെ, റൈറ്റ്. ഞാൻ തിരികെ എത്താം. ദയവായി ഒന്ന് തുടരാം ശ്രീ ഷംഷാദ് മരക്കാർ. ഏത് രീതി